ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, നാളെ 3-ാം തീയതി മുതൽ നമ്മുടെ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. നെറ്റിൻ്റെ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. വളരെ കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം, വളരെ കാലത്തെ പ്രിപ്പറേഷൻസിന് ശേഷം നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള നെറ്റ് ക്വാളിഫിക്കേഷൻ, അധ്യാപകരാകുവാൻ വേണ്ടിയിട്ടും റിസർച്ചിൻ്റെ പടവുകൾ നടന്നു കയറുവാൻ വേണ്ടിയിട്ടും നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ എലിജിബിലിറ്റി ടെസ്റ്റ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വരുന്ന 3-ാം തീയതി മുതൽ നടക്കുന്ന പരീക്ഷകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാനാണ് ഞാനിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, 3-ാം തീയതിയിലേക്കുള്ള ഹോൾ ടിക്കറ്റുകൾ വന്നിട്ടുണ്ട്. 3-ാം തീയതിയിലേക്ക് ശേഷമുള്ള പരീക്ഷകളുടെ ഹോൾ ടിക്കറ്റുകൾ എത്തിയിട്ടില്ല, സിറ്റി ഇൻറ്റിമേഷനും എത്തിയിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ തന്നെ പുറപ്പെടുവിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് നമുക്കതിൽ നിന്ന് നമ്മുടെ സെൻറ്റർ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനും സാധിക്കും. നമ്മുടെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് എത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പരീക്ഷാ ഹാളിനുള്ളിലേക്ക് കടത്താം, എന്തെല്ലാം നടപടിക്രമങ്ങളാണ് അതിനു മുമ്പുള്ളത് എന്നുള്ളതൊക്കെ സംസാരിക്കുവാനായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് അവർ ടൈം ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ആദ്യം തന്നെ നമുക്കറിയാം, നമ്മുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തായിട്ട് നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഐ ഡാഷ് റെസിഡന്റ് ഓഫ് ഡാഷ് do hereby declare the following. I have read the instructions, guidelines, I have read the information bulletin, instructions, notices related to this examination available on the website ugcnet.nta.ac.in. ഈ കാര്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സെൽഫ് ഡിക്ലറേഷൻ അണ്ടർടേക്കിംഗ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അത് ഫില്ല് ചെയ്യണം. ആദ്യം നമ്മുടെ പേര്, നമ്മുടെ സ്ഥലം ഇവിടെ എഴുതുക. അതിനുശേഷം നമ്മൾ പറഞ്ഞു കാൻഡിഡേറ്റ്സ് ഫോട്ടോ നമ്മൾ എക്സാം സെൻറ്ററിൽ റീച്ച് ചെയ്യുന്നതിന് മുമ്പ്, എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അതേ ഫോട്ടോ, ഏത് ഫോട്ടോയാണോ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത്, ആ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഹോൾ ടിക്കറ്റിലേക്ക് പതിപ്പിക്കണം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഇടത് കൈയുടെ തമ്പ് ഇംപ്രഷൻ നമ്മൾ എവിടെ പതിപ്പിക്കണം? നടുക്കത്തെ കോളത്തിൽ പതിപ്പിക്കണം. നമ്മളുടെ ഇൻവിജിലേറ്ററിന്റെ മുമ്പിൽ വെച്ച് മാത്രം നമുക്ക് സൈൻ ചെയ്യാനുള്ളതാണ്. നമ്മുടെ 3-ാമത്തെ കോളം, അത് നമ്മൾ നേരത്തെ സൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ 2 ഫോട്ടോ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാനും മറ്റൊന്ന് എക്സാമിനേഷൻ സെൻറ്ററിൽ കയറി കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ ഒരു ഫോമിലും കൂടെ പേസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ഫോട്ടോയും കൂടെ നമ്മൾ കയ്യിൽ കരുതണം. ഇതെല്ലാം നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ കോപ്പീസ് തന്നെ ആയിരിക്കണം. ഓക്കെ, നമ്മുടെ പരീക്ഷ നടക്കുന്നത് 2 ഷിഫ്റ്റുകളിലായിട്ടാണ്. 9 to 12 3 to 4. ഇങ്ങനെ 2 ഷിഫ്റ്റുകളിലായിട്ടാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. 9 to 12 ആണെങ്കിലും 3 to 4 ആണെങ്കിലും നമുക്ക് എത്ര മണി വരെയാണ് റിപ്പോർട്ടിങ്? എക്സാം ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെയാണ് ഗേറ്റ് ക്ലോസിംഗ് ടൈം. എത്രയാണ്? നമ്മുടെ 9 മണിക്കാണ് നമ്മുടെ പരീക്ഷ ആരംഭിക്കുന്നതെങ്കിൽ 8:30 വരെ നമ്മളെ എന്ത് ചെയ്യുകയുള്ളൂ? നമുക്ക് 8:30 വരെ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യുവാനും എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാനും സാധിക്കുകയുള്ളൂ. 3 മണിക്കത്തെ ഷിഫ്റ്റിലാണെങ്കിലോ 2:30 വരെ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ട് എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ് ടൈമിങ്. നിങ്ങൾ കൃത്യം എപ്പോഴാണോ ഗേറ്റ് ക്ലോസിംഗ് ടൈം അതിനുള്ളിൽ അവിടെ എത്തിച്ചേർന്നിരിക്കണം. നിങ്ങളുടെ മറ്റ് വേരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ ഫോട്ടോയോ ആധാർ കാർഡ്, എല്ലാ കാര്യങ്ങളും ഷുവറായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി ഈ പറയപ്പെട്ടിട്ടുള്ള പ്രസ്തുത സമയത്തിന് മുൻപ് എക്സാമിനേഷൻ സെൻറ്ററിൽ റീച്ച് ചെയ്തിരിക്കണം. ഇത് ഉറപ്പാണ്, ഇത് മാക്സിമം. കാരണം ഒരു കാരണവശാലും ഇൻവിജിലേറ്റേഴ്സ് അല്ലെങ്കിൽ എക്സാം കണ്ടക്ടിങ് ബോഡി ഈ സമയത്തിന് ശേഷം ആരെയും അതിൻ്റെ ഉള്ളിലേക്ക്, എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കടത്തുകയില്ല. അതുകൊണ്ട് ടൈമിംഗ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഉറപ്പായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് മുമ്പ് നിങ്ങൾ എത്തുക. എന്തൊക്കെ വസ്തുക്കൾ നമുക്ക് എക്സാമിനേഷൻ സെൻറ്ററിനുള്ളിലേക്ക് കൊണ്ടുപോകാം?
ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ നമുക്ക് കൊണ്ടുപോകാം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡഡ് ഫ്രം NTA വെബ്സൈറ്റ്, നമ്മുടെ അഡ്മിറ്റ് കാർഡിന്റെ ഫ്രണ്ട് ആ ഫസ്റ്റ് പേജിന്റെ സെൽഫ് ഡിക്ലറേഷൻ വരെയുള്ള പേജിന്റെ മാത്രം കോപ്പി മതി. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ മൂന്നാമത്തെ ഇതിന്റെ ആവശ്യമില്ല. ആധാർ കാർഡ് ഉപയോഗിച്ചല്ല ചെയ്തിട്ടുള്ളെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോമും കൂടെ വേണം. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അഡീഷണൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഫോർ പേസ്റ്റിംഗ് ഓൺ ദ അറ്റൻഡൻസ് ഷീറ്റ്. കണ്ടോ, 2 നമ്മൾ അവിടെ എന്താണ് നേരത്തെ നമ്മൾ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചിരിക്കുന്ന അല്ലാതെ 2 അഡീഷണൽ ഫോട്ടോഗ്രാഫുകളും കൂടെ കയ്യിൽ കരുതണം. ID പ്രൂഫിന്റെ ഒറിജിനൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെയാണ് വാലിഡ് ID പ്രൂഫ്സ് എന്ന്. ആ വാലിഡ് നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ID പ്രൂഫിന്റെ വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ കോപ്പി തന്നെ കൊണ്ടുപോവുക. എന്തൊക്കെ കൊണ്ടുപോകാൻ സാധിക്കില്ല? പേന കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇലക്ട്രോണിക് ഡിവൈസസ്, മെറ്റൽസ് ഓർ മൊബൈൽ ഫോൺസ് എക്സാമിനേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താണ് ഈ നമ്മൾ കൊണ്ടുപോകുന്ന സേഫ് കീപ്പിംഗ് ഓഫ് പേഴ്സണൽ ബിലോങ്ങിങ്സിന്റെ ഒന്നിൻ്റെയും ഉത്തരവാദിത്വം ആരേൽക്കുന്നതല്ല, നമ്മുടെ ഇൻവിജിലേഷൻ സെന്ററുകാർ ഏൽക്കുന്നതല്ല. നമുക്ക് കയറുന്നതിന് മുമ്പ് അവിടെ തന്നെ എന്ത് കാണും? ലോക്കർ കാണും. ലോക്കറിലേക്ക് നമുക്ക് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം കൊണ്ടുവെക്കാൻ സാധിക്കും. പക്ഷേ അതിനൊന്നും ആരുത്തരവാദികളായിരിക്കില്ല. NTA എന്താണ് എക്സാമിനേഷൻ ഒഫീഷ്യൽസോ ഉത്തരവാദികളായിരിക്കില്ല, റെസ്പോൺസിബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഗാർമെന്റ്സ് വിത്ത് ലാർജ് ബട്ടൺസ് ആർ നോട്ട് പെർമിറ്റഡ് ആൻഡ് ഷൂസ് ആൻഡ് ഫുട്വെയർ വിത്ത് തിക്ക് സോൾസ് ആർ ഓൾസോ നോട്ട് പെർമിറ്റഡ്. ഇത് അത്രത്തോളം എന്താണ് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ പോലും ചില സെന്റേഴ്സിൽ ഇങ്ങനെയുള്ള എല്ലാ റെഗുലേഷൻസും അവർ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വസ്ത്രധാരണങ്ങൾ ഒഴിവാക്കി പോവുക. ഒരു തവണ ഞാൻ പരീക്ഷ എഴുതാൻ ചെന്നപ്പോൾ അവർ മെറ്റൽ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും ബെൽറ്റ് ഊരി മാറ്റുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെഗുലേഷൻസിൽ പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള എന്താണ് ഗാർമെന്റ്സ് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഗാർമെന്റ്സ് ധരിച്ചല്ല ചെല്ലുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ആണ് എന്ത്? ആധാർ കാർഡ് ഉപയോഗിച്ചല്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. നമ്മുടെ അഡ്മിറ്റ് കാർഡിന്റെ 3ാമത്തെ പേജിലുള്ള ഡിക്ലറേഷൻ ഫോമാണിത്. ഇത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. നമ്മുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ആപ്ലിക്കേഷൻ ID, റോൾ നമ്പർ, കാൻഡിഡേറ്റിൻ്റെ പേര്, ഏത് ഗവൺമെൻറ് ID പ്രൂഫാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതിൻ്റെ നമ്പർ, ഡേറ്റ്, ഷിഫ്റ്റ്, കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക എന്ന് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ 3ാമത്തെ ഷീറ്റ്, നമ്മുടെ അഡ്മിറ്റ് കാർഡിൻ്റെ 3ാമത്തെ ഇതിലുള്ള ഷീറ്റിലുള്ള ഈ ഡിക്ലറേഷൻ ഫോം നിങ്ങൾ ആധാർ കാർഡ് ഉപയോഗിച്ചല്ല രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് ഉള്ളതെങ്കിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. ഈ പറയപ്പെടുന്ന ഡീറ്റെയിൽസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എന്താണ് ഈ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ കൂടെ കരുതേണ്ടതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ റിലീജിയസ് ബിലീഫ്സിൽ മതാനുഷ്ഠാനങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന വസ്ത്രധാരണം എന്താണ് NTA ചോദ്യം ചെയ്യില്ല. പക്ഷേ നമ്മളങ്ങനെ സ്പെഷ്യൽ എന്താണ് വസ്ത്രധാരണങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ പ്രോപ്പറായിട്ട് ഫ്രിസ്കിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ, അതായത് റിപ്പോർട്ടിംഗ് ടൈമിൽ നേരത്തെ തന്നെ എത്തി പ്രോപ്പറായിട്ടുള്ള ഫ്രിസ്കിങ്ങിന് വിധേയനാവണം എന്നുള്ളതാണ് NTAയുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ഒരു സ്പെഷ്യൽ നമ്മുടെ റിലീജിയസ് ബിലീഫ്സിനനുസരിച്ചുള്ള വസ്ത്രധാരണവുമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതൊരിക്കലും NTA എതിർക്കുന്നില്ല, അങ്ങനെയുള്ള വസ്ത്രധാരണം പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഫ്രിസ്കിങ് നമ്മളെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചുകൊണ്ട് എന്താണ് നമ്മളുടെ ബോഡി എന്താണ് ഇൻസ്പെക്ട് ചെയ്യുവാനും ഫ്രിസ്ക് ചെയ്യുവാനുമായിട്ട് നമ്മൾ എന്താണ് നേരത്തെ തന്നെ എത്തുകയും പ്രോപ്പർ ഫ്രിസ്കിങ്ങിലൂടെ കടന്നു പോകണമെന്ന് മാത്രമാണ് NTA പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് എക്സാമിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി, നമ്മുടെ 2 ഫോട്ടോ, വാലിഡ് ID പ്രൂഫ്, ഇത്രയും നിങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുപോകണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം സമയം വൈകി എത്താതിരിക്കുക, കൃത്യസമയത്ത് തന്നെ എത്തുക. ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് ഒരു അരമണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുക. അവിടെ നിന്ന് എന്തെങ്കിലും കോപ്പി എടുക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്ന് ബഹളം വെക്കാതെ എന്താണ് നേരത്തെ തന്നെ എത്തിച്ചേർന്നുള്ള കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് ഫോളോ അപ്പ് ചെയ്ത് പോകണം എന്നാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ടൈമിങ് തന്നെയാണ്. പിന്നെ എന്താണ് മെറ്റൽ
പേന, പേപ്പർ ഒന്നും നമ്മൾക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മൾക്ക് റഫ് വർക്കിന് വേണ്ടിയിട്ടുള്ള പേന അവിടെ നിന്ന് തന്നെ തരികയും ചെയ്യും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, നമുക്കറിയാം. അപ്പോൾ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള റഫ് വർക്കിന് വേണ്ടിയിട്ടുള്ള പേപ്പർ നമുക്ക് അവിടെ നിന്ന് തന്നെ നൽകുന്നതായിരിക്കും. പേനയും നമുക്ക് അവിടെ നിന്ന് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വീണ്ടും ഞാൻ പറയുകയാണ്, ടൈമിങ് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ, നിങ്ങളുടെ ഫോട്ടോ, എക്സ്ട്രാ 2 ഫോട്ടോ, പിന്നെ അവിടെ ചെന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവിജിലേറ്ററിന് മുമ്പിൽ വെച്ചാണ് അഡ്മിറ്റ് കാർഡിൽ നമ്മൾ ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ വേണം എന്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് എത്തുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ മുതൽ 3-ാം തീയതി മുതൽ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെയും കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഫാമിലിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഈ വരുന്ന പരീക്ഷകളിൽ നമുക്ക് എന്ത് നേടിയെടുക്കാം, JRF നേടിയെടുക്കാം. ഇനി വരുന്ന പരീക്ഷയിൽ ഈ ജനുവരി എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് JRF ലഭിച്ചിട്ടില്ല, നെറ്റ് ലഭിച്ചിട്ടില്ല, നിങ്ങൾക്ക് PhD ക്വാളിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നും വരികയാണെങ്കിൽ പോലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഈ വർഷം ഇനിയും നമുക്ക് 2 അവസരങ്ങൾ കൂടെ ഉണ്ട്. ജൂണിലും ഡിസംബറിലുമായിട്ടുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് JRF സ്വന്തമാക്കാവുന്നത് തന്നെയാണ്. ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല, രജിസ്ട്രേഷനിൽ പാളിച്ചകൾ വന്നുപോയി, ഈ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ പ്രിപ്പറേഷന് സമയമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്കും ഒരു സുവർണ അവസരം കൂടെയാണ്. ഇന്ന് നാളെ മുതൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. നമുക്ക് ഈ വരുന്ന ജൂണിലെയോ ഡിസംബറിലെയോ പരീക്ഷയിൽ ഉറപ്പായിട്ടും JRFും നെറ്റും കൈവരിക്കാം. എല്ലാവർക്കും PG ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നെറ്റും JRFും വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ്. നമ്മളുടെ കരിയറിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് നെറ്റും JRFും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളിലേക്ക് ഈ വിവരം ഷെയർ ചെയ്തെത്തിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.